സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് പാക്കിംഗ് മെഷീൻസിന്റെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര ചാലഞ്ചിങ് ആണ്? ഇന്നത്തെ പാക്കിംഗ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം മെറ്റീരിയൽസിന്റെ ഡ്യൂറബിലിറ്റിയും പ്രൊട്ടക്റ്റീവ് പവറും വളരെ കുറവാണ്. ഇത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫും ക്വാളിറ്റിയും ബാധിക്കുന്നുണ്ട്. നിലവിൽ ഈ ചാലഞ്ചസ് ടി-ടെക്കിനെ ബാധിക്കുന്നില്ല. കാരണം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഷെൽഫ് ലൈഫ് അഷ്യൂർ ചെയ്യുന്ന പാക്കേജിങ് ചെയ്തു വരുന്നത്. പാക്കേജിങ്ങിൽ, പ്രത്യേകിച്ച് ഫുഡ് പ്രോഡക്ട്സിൻ്റെ പാക്കേജിങ്ങിൽ അതിൻ്റെ 100% ഷെൽഫ് ലൈഫും അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് ക്വാളിറ്റിയും കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് സഹായിക്കുന്ന ഹൈ ഡെൻസൈൽ പോളിത്തീനാണ്. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സാധാരണ പൗച്ചുകളും അതിൻ്റെ ബോട്ടിൽസും എല്ലാമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സസ്റ്റൈനബിൾ പാക്കിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ്, അതോടൊപ്പം തന്നെ റീസൈക്കിൾഡ് പേപ്പർ പ്രോഡക്ട്സ്, കാർട്ടൺ ബോക്സസ്, ഇവയ്ക്കെല്ലാം തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. ഈ ഇക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് നമ്മളുടെ എക്സിസ്റ്റിംഗ് പാക്കിംഗ് മെഷീനിൽ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി മാനദണ്ഡങ്ങളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്നോളജി സ്വിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. അതോടൊപ്പം സ്റ്റാഫിനെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തെടുക്കണം. പുതിയതായിട്ട് വരുന്ന ഓപ്പറേഷണൽ ചലഞ്ചസും നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട് ഈ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ. ബട്ട് ഫ്യൂച്ചറിൽ ഈ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരികയാണ്, പുതിയ ടെക്നോളജീസ് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ മെഷീൻസിലും ഇത് അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ മെഷീൻസ് ഡിസൈൻ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ടി-ടെക്കിനെ പാക്കിംഗ് മെഷീൻ രംഗത്ത് ഒരു ഐക്കണായിട്ട് പിടിച്ചു നിർത്തുന്നത്.